ഹായ്, ആദ്യമേ തന്നെ ഒരു സോറി പറയുകയാണ് കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോ ഇടാൻ തന്നെ ഒരുപാട് താമസിച്ചു. കാരണം എന്ന് വെച്ചാൽ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പുറത്ത് പോയിട്ട് വന്നപ്പോൾ താമസിച്ചു പോയി കേട്ടോ. ഇന്ന് ചിങ്ങം 2 ചിങ്ങം 2 പറയുമ്പോഴത്തേക്ക് വലിയ പ്രത്യേകതകളൊന്നുമില്ല. ഇനിയിപ്പം ഓണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങണം. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലായിടത്തും തൂത്ത് വൃത്തിയാക്കി വിളക്കൊക്കെ കത്തിച്ചു. ഇന്ന് പക്ഷേ മോന് സ്കൂളുണ്ട് കേട്ടോ. അവൾക്കാണെങ്കിൽ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ എക്സാം ഉള്ളത്, ഓണത്തിൻ്റെ പരീക്ഷ ഉള്ളത്. അപ്പം ഞാനപ്പോൾ രാവിലെ എല്ലാം കുളിച്ച് പ്രാർത്ഥിച്ചു, കുറച്ച് നേരം ഇരുന്ന് നാമം ചൊല്ലി. അപ്പോഴേക്കും പിള്ളേരൊക്കെ എഴുന്നേറ്റ് വന്നു, ചായ ഇട്ടു. ആദ്യത്തെ ചായ തന്നെ ചേട്ടന് കൊണ്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ പൂരി ഉണ്ടാക്കി, ഗ്രീൻ പീസ് കറി റെഡി, നീലന് ചോറ് കൊണ്ടുപോകുന്നതുകൊണ്ട് ചോറ് റെഡി, പരിപ്പ്, പപ്പടം, സ്നാക്സ്, വെള്ളം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നീലനെ പോയി വിളിച്ചു. അവൻ നല്ല ഉറക്കമാണ് കേട്ടോ. അവൻ ഇന്ന് സ്കൂളിൽ ഓണം സെലിബ്രേഷൻ്റെ പാട്ടും ഡാൻസും ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് ഈ ഡ്രസ്സാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് യൂണിഫോം ഇല്ലാത്ത സമയത്ത് കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നത്. അവൻ കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ എനിക്ക് വീട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്മയും അപ്പച്ചൻ തന്നു വിട്ടായിരുന്നു. ആ തേങ്ങ ഞാൻ വറുത്ത് വെച്ചു തീയലിന്. അപ്പോഴേക്ക് നീലൻ്റെ ഓട്ടോറിക്ഷ വന്നു. ഇന്ന് ചേട്ടനാണ് എല്ലാ പ്രാവശ്യം കൊണ്ടുവിടുന്നത്. ചേട്ടൻ്റെ കാലൊന്ന് ഉളുക്കിയത് കൊണ്ട് കാത്തുവിനോട് പറഞ്ഞ് മോനെ ഒന്ന് കൊണ്ടുവിടാൻ. അങ്ങനെ വണ്ടി വന്നു. കാത്തു അവനെയും കൊണ്ട് സ്കൂളിലേക്ക് പോയി. പിന്നെന്താ, ഇനി അല്ലറ പണികൾ ഇനിയും ഉണ്ട്. പിന്നെ മുറിയിലോട്ട് വന്നപ്പോൾ തുണികൾ ഒരു കൂമ്പാരം മടക്കാനായിട്ട്. അന്നന്ന് തന്നെ തുണി മടക്കി വെച്ചാൽ നമുക്ക് വലിയൊരു ജോലി നമ്മളെ കുറയും. പക്ഷെ ഇന്നലത്തെ തുണി ഇത് കേട്ടോ. ഞങ്ങൾ 3-4 പേരുടെ ഇല്ലേ, ഒത്തിരി ഉണ്ട് മടക്കി വെക്കാനും. പിന്നെ അതെല്ലാം ഞാൻ മടക്കി വെച്ചു. പിന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം ചിങ്ങമാസത്തിൽ, അതായത് അത്തം ചിത്തിരയൊക്കെയായിരുന്നു, ഞങ്ങൾ ഇതുവരെയായിട്ട് അത്തപ്പം ഒന്നും ഇട്ടില്ല കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, പിള്ളേരുടെ പരീക്ഷ കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ അമ്മമാരുടെ അടുത്തേക്ക് പോകും. അതായത് ഈ പ്രാവശ്യത്തെ ഓണം നമുക്ക് അവിടെയാണ്, അമ്മമാരുടെ കൂടാണ് ഓണം. അതായത് ഏവൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഞങ്ങളുടെ നാടാണത്. അവിടെ പോകുന്നത് കൊണ്ട് നമ്മൾ അത്തപ്പൂക്കളൊന്നും ഇട്ടില്ല. തുണിയെല്ലാം മടക്കി വെച്ച് കഴിഞ്ഞപ്പം ഇന്നത്തെ തുണി പിന്നെയുണ്ട്. അതുകൊണ്ട് നേരെ ടെറസിൽ കൊണ്ടുപോയി അതെല്ലാം വിരിച്ചിട്ടു. മഴ പെയ്യാതിരുന്നാൽ അത്രയും നല്ലത്. അതെല്ലാം വിരിച്ചിട്ട് നേരെ താഴെ വന്നപ്പോഴത്തേക്കും വേറെ കുറേ പണികളുമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഓണമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇപ്പം അപ്പോഴേക്ക് എൻ്റെ തേങ്ങയെല്ലാം തണുത്തു. അത് ഞാൻ നല്ലൊരു കുപ്പിക്കകത്താക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. ഇതെനിക്ക് അപ്പച്ചി പറഞ്ഞതാ തന്നെ ഒരു ടിപ്പാണ് കേട്ടോ. നമ്മുടെ തീയലിൻ്റെ സമയത്ത് അതെടുത്ത് നമ്മൾ സാധാരണ പോലെ മിക്സിയിലിട്ട് അരച്ച് തീയലിന് ചേർത്താൽ മതി. പിന്നെ എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാനുള്ള എല്ലാം സ്റ്റിച്ച് ചെയ്തു.